പാലക്കാട്, ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ചാണ് പരിശോധിക്കുന്നത്. ഈ രണ്ട് മണ്ഡലങ്ങളുടെയും പാലക്കാട് മണ്ഡലം എന്ന് പറയുമ്പോൾ പരിപൂർണമായും പാലക്കാട് ജില്ലയ്ക്കകത്തുള്ള നിയമസഭാ മണ്ഡലങ്ങളാണ് 7 ഉള്ളത്. ആലത്തൂർ മണ്ഡലത്തിൽ എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള 3 മണ്ഡലങ്ങളും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള 4 മണ്ഡലങ്ങളുമാണുള്ളത്. അതിൽ ചിറ്റൂർ, നെന്മാര, തരൂർ, ആലത്തൂർ ഈ 4 മണ്ഡലങ്ങൾ പാലക്കാട് ജില്ലയിൽ നിന്നും, വടക്കാഞ്ചേരി, കുന്നംകുളം, ചേലക്കര ഈ 3 മണ്ഡലങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നുമുള്ളതാണ്. അതിൽ വടക്കാഞ്ചേരി മണ്ഡലം 2016 അവിടെ നിന്ന് അനിലക്കരയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചത്. എന്നാൽ 2021 സേവ്യർ ചിറ്റിലപ്പള്ളിയിലൂടെ ആ മണ്ഡലം തിരിച്ചു പിടിച്ചു ഇടതുമുന്നണി. ഇപ്പോൾ ഈ 7 മണ്ഡലങ്ങളിലും ഇടതുമുന്നണിയുടെ MLA-മാരാണുള്ളത്. ഈ മണ്ഡലത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ പണ്ട് ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലമായിരുന്നു. ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലമാകുമ്പോൾ അവിടെ നിന്ന് ഇത് സംവരണ മണ്ഡലമാണ്. ഒറ്റപ്പാലം ആകുമ്പോഴും സംവരണ മണ്ഡലമാണ്. 2008 ഈ മണ്ഡലം രൂപീകൃതമാകുന്ന ആലത്തൂർ. 2009 തെരഞ്ഞെടുപ്പ് അത് അപ്പോഴും സംവരണ മണ്ഡലമാണ്. തുടർച്ചയായിട്ട് സംവരണ മണ്ഡലമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ അടൂർ ലോക്സഭാ മണ്ഡലം പിന്നീട് മാവേലിക്കര രൂപീകരിച്ചപ്പം സംവരണ മണ്ഡലമായി തുടർന്നതുപോലെ തന്നെ. എന്തായിരുന്നാലും ഈ മണ്ഡലത്തിൽ 1980 ഇപ്പം നമ്മുടെ കാരണഭൂതൻ്റെ വക്കീലായ ബാലൻ സഖാവ് അവിടെ നിന്ന് മത്സരിച്ച് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 84 രാജീവ് ഗാന്ധി മുൻകൈയെടുത്ത് ഡിപ്ലോമാറ്റായിരുന്ന KR നാരായണനെ അവിടെ നിന്ന് സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരുന്നു, വിജയിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ സഹമന്ത്രിയായി, ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ സഹമന്ത്രിയായിട്ട് KR നാരായണനെ കൊണ്ടുവരുന്നു. 89 KR നാരായണ വിജയം അവിടെ നിന്ന് ആവർത്തിക്കുന്നു ഒറ്റപ്പാലത്ത് നിന്ന്. എന്നാൽ 93 അദ്ദേഹം ഈ ഉപരാഷ്ട്രപതിയായി ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് ഈ MP സ്ഥാനം രാജിവെക്കുകയും അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. 92 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട പശ്ചാത്തലത്തിൽ അന്ന് ആ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഉപാധികളില്ലാത്ത പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മദനിയുടെ പ്രസംഗങ്ങൾ വ്യാപകമായ ആ മണ്ഡലത്തിൽ നടന്നിരുന്നു. ബാബറി മസ്ജിദിൻ്റെ താഴികക്കുടങ്ങൾ തല്ലിത്തകർത്ത നരസിംഹറാവുവിൻ്റെ കൈപ്പത്തിയെ തകർക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം. അങ്ങനെ SFIയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന S. ശിവരാമൻ എന്ന് പറയുന്ന 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ CPM-ഓടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നു. KK ബാലകൃഷ്ണനെ UDF-ഓടെ സ്ഥാനാർത്ഥിയാക്കുന്നു. 1,32,000 വോട്ടിൻ്റെ, അതായത് അന്ന് സംസ്ഥാനത്തെ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷം. ആ വ്യത്യാസത്തിൽ അവിടെ നിന്ന് ശിവരാമൻ തകർപ്പൻ വിജയം നേടുന്നു. പക്ഷേ ഈ മൂക്കാതെ പെടുത്തതിൻ്റെ പ്രശ്നം കൊണ്ട് അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുടപിടിക്കുന്നു പറഞ്ഞ പോലെ അദ്ദേഹം ആര് പറഞ്ഞാലും കേൾക്കാതെ ഞാൻ MP ആണെന്നുള്ള മട്ടിൽ വലിയ ജാടയൊക്കെ കാണിച്ച് അഹങ്കാരമൊക്കെ കാണിച്ച് സാധാരണ സഖാക്കളെ മൈൻഡ് ചെയ്യാതെ സുഖലോലുപതയിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം പോവുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായി തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു. 96 തെരഞ്ഞെടുപ്പിൽ S. ശിവരാമനെ മാറ്റി. അങ്ങനെ S. അജയകുമാറിനെ കൊണ്ടുവരുന്നു. S. അജയകുമാർ 98 മത്സരിക്കുന്നു, 99 മത്സരിക്കുന്നു. അങ്ങനെ അജയകുമാർ പിന്നീട് തുടർച്ചയായിട്ട് അവിടെ നിന്ന് വിജയിക്കുന്നു. പക്ഷേ അജയകുമാർ VS പക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുകയും CPM-ൻ്റെ വിഭാഗീയത ശക്തമാവുകയൊക്കെ ചെയ്ത സമയത്ത് ഒറ്റപ്പാലത്ത് നിന്നുള്ള അജയകുമാറിനും അതേപോലെ തന്നെ പാലക്കാട് നിന്നുള്ള നമ്മുടെ NN കൃഷ്ണദാസിനും ഒരേപോലെ പിന്നീട് സീറ്റ് നിഷേധിക്കുന്നു. അങ്ങനെ ഒറ്റപ്പാലത്ത് നിന്ന് അജയകുമാറിന് സീറ്റ് നിഷേധിച്ചു. പിന്നീട് 2008 ഈ ആലത്തൂർ മണ്ഡലം വരുന്നു. ആലത്തൂർ മണ്ഡലത്തിൽ 2009 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ PK ബിജു, SFIയുടെ ദേശീയ പ്രസിഡന്റായിരുന്ന PK ബിജു അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു. 2014 അദ്ദേഹം ആ വിജയം ആവർത്തിക്കുന്നു. എന്നാൽ 2019 തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ബിജുവിനെ നാട്ടുകാർക്കങ്ങ് വെറുത്ത് കഴിഞ്ഞിരുന്നു. പട്ടിണി പായാറൊക്കെ പറഞ്ഞ് വന്നതാ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ കയ്യിലിരിപ്പ് ശിവരാമനേക്കാൾ കഷ്ടമായിപ്പോയി. ഭയങ്കര ജാട. പിന്നെ താത്വിക ആചാര്യൻ്റെ ശിഷ്യനുമാണ്. ഇപ്പോൾ താത്വിക ആചാര്യൻ്റെ വലങ്കിയായിട്ട് നടക്കുകയാണ് PK ബിജു. കരുവന്നൂർ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ബിജുവിനെതിരെ വലിയ ആരോപണങ്ങളുണ്ട്. അങ്ങനെ 2019 ബിജുവിനെതിരെ കുന്നംകുളത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന രാഹുൽ ബ്രിഗേഡിൻ്റെ ഭാഗമായിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകയായിരുന്ന രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരിയെ അവിടെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുന്നു. പെങ്ങളുട്ടി ഇമേജ് അദ്ദേഹത്തിന് അവർക്ക് എല്ലാവരും കൂടി ചാർത്തി കൊടുക്കുന്നു. നാടൻ പാട്ടുകളൊക്കെ പാടി മനസ്സുകൾ കീഴടക്കുന്നു. ഇത് ഐഡിയ സ്റ്റാർ സിംഗറിലേക്കുള്ള മത്സരമല്ല എന്നൊക്കെയുള്ള എതിർ പ്രചരണങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ തന്നെയും അവസാന ഘട്ടത്തിൽ രമ്യ ഹരിദാസിന് വലിയൊരു മൈലേജ് കിട്ടിയ ഒരു സംഭവം ഉണ്ടായി. ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ അന്ന് LDF കൺവീനറായിരുന്ന പിന്നീട് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്ത ഇപ്പോൾ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന A. വിജയരാഘവൻ നടത്തിയ, പണ്ട് പിണറായി വിജയൻ NK പ്രേമേന്ദ്രനെതിരെ നടത്തിയ പരനാറി പ്രയോഗം പോലെ നടത്തിയ വിശ്വപ്രസിദ്ധമായൊരു പ്രയോഗം. കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോയപ്പോൾ അവർ ഇനി ആ കുട്ടിയുടെ ഗതി എന്താകുമോ എന്നുള്ള രീതിയിൽ ഒരുതരം അശ്ലീല ഭാഷയിൽ ലൈംഗിക ചൊവ്വയോടെ സംസാരിച്ച് അധിക്ഷേപിച്ചതിൻ്റെ ഭാഗമായി അത് മണ്ഡലത്തിൽ വലിയ പ്രചാരണ വിഷയമായി മാറി. അങ്ങനെ രാഹുൽ തരംഗവും അതിൻ്റെ കൂടെ ഈ വിജയരാഘവൻ്റെ വക പ്രചാരണം കൊണ്ട് ഉണ്ടാക്കി കൊടുത്ത ഒരു
ഏകദേശം 1 ലക്ഷത്തോളം വോട്ടും ഒക്കെ കൂടെ ആയിട്ട് 1.25 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് അവിടെ നിന്ന് ഇവർ ജയിക്കുകയാണ് ചെയ്തത്. രമ്യ ഹരിദാസ് ജയിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോയെന്ന് വെച്ചില്ല. രമ്യ ഹരിദാസിനെ കൊണ്ട് പാർലമെൻറ്റിലൊന്നും ചെയ്യാൻ അറിയില്ല, ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ അറിയില്ല. 5 വർഷമായി ചെറുപ്പക്കാരിയാണ്. പ്രായമുള്ളവർക്കൊന്നും ഇതിൻ്റെ ഇപ്പോൾ പുതിയ ഭാഷ പഠിക്കൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ ചെറുപ്പക്കാരി ഇവിടെ നമ്മുടെ നാട്ടിൽ പൊറോട്ട അടിക്കാൻ വരുന്ന ബീഹാറിയും ബംഗാളിയും നേപ്പാളിയും ഒക്കെ നമ്മളെക്കാൾ നന്നായിട്ട് മലയാളം പറയാൻ പഠിക്കുന്ന 2 വർഷം കൊണ്ട്. 5 വർഷം MB ആയിരുന്നപ്പോൾ ഇനിയും പിന്നെ ഇത്തരം കാര്യങ്ങളിൽ പാർലമെൻറ്റിലെ ചർച്ചയ്ക്കകത്ത് ഒക്കെ ഇടപെടേണ്ടതാണ്. കാരണം ഇവരാരെങ്കിലും പ്രസംഗിക്കുമ്പം എന്താ പ്രസംഗിക്കണമെന്ന് അവർക്ക് മനസ്സിലാവണില്ല. പ്രതാപൻ ഒച്ച ഉണ്ടാക്കിയാൽ രമ്യ ഒച്ച ഉണ്ടാക്കും, പ്രതാപൻ ചാടിക്കളിച്ചാൽ രമ്യയും ചാടിക്കളിക്കും, വെറുതെ ബഹളം ഉണ്ടാക്കുക, കഥ അറിയാതെ ആട്ടം കാണുക. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാർലമെന്റിൽ. പ്രതാപനും ഇതൊന്നും മനസ്സിലാവാത്ത ആളാണ്. ഈ ഒച്ചയും വിളി ഉണ്ടാക്കി കഴിഞ്ഞാൽ ശ്രദ്ധ പിടിച്ചു പറ്റാ, മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാ, ഞങ്ങൾ ഫാസിസത്തെ പ്രതിരോധിച്ചു, ഞങ്ങൾ മോദിക്കെതിരെ ശബ്ദമുയർത്തി. NK പ്രേമചന്ദ്രനൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, ശശി തരൂർ നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അത്രയും നല്ല ഭാഷയൊന്നും വേണമെന്നില്ല. അത്യാവശ്യം ഒന്ന് ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ പഠിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു രമ്യയ്ക്ക്. അതിനൊന്നും രമ്യ ശ്രമിച്ചില്ല. മാത്രമല്ല രമ്യയുടെ വിനോദങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞാൽ കോവിഡ് കാലഘട്ടത്തിൽ കോവിഡ് പ്രോട്ടോക്കോൾ തെറ്റിച്ചുകൊണ്ട് വീട്ടിൽ ബലറാമിൻ്റെ കൂടെ ഹോട്ടലിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കുക, അത് ചോദ്യം ചെയ്ത ചെറുപ്പക്കാർക്ക് നേരെ തട്ടിക്കയറുക. അവർ പക്ഷേ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് അവർ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ശ്രീപീഡന കേസിൽ കൊടുങ്ങുമായിരുന്നു. പിന്നെ ഈ നാടൻപാട്ട് മാത്രമേ കയ്യിലുള്ളൂ, വേറെ ഒന്നുമില്ല. നാടൻപാട്ടിനൊക്കെ ഒരു സമയമൊക്കെ ഉണ്ട്. പക്ഷേ രമ്യ ഭാഗ്യവതിയാണ്. കാരണം കാരണഭൂതനാണ് ഭരിക്കുന്നത്. ഞാൻ നേരത്തെ പല സ്റ്റോറിയിലും പറഞ്ഞ പോലെ ഭരണവിരുദ്ധ തരംഗം വളരെ ശക്തമാണ്. അവിടെ രമ്യയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ പ്രാദേശിക പ്രവർത്തകർക്കിടയിൽ ഒരുപാട് അനിഷ്ടമുണ്ട്. പക്ഷെ എന്ന് കരുതിയിട്ട് അവർക്ക് CPM വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. മനസ്സില്ലാ മനസ്സോടെ ഈ കാരണഭൂതരോടുള്ള എതിർപ്പുകൊണ്ട് രമ്യയ്ക്ക് തന്നെ വോട്ട് ചെയ്യും. കാരണം രമ്യയ്ക്ക് അഹങ്കാരവും ജാടയും കൂടി എന്നുള്ള അഭിപ്രായം പ്രവർത്തകർക്കിടയിലുണ്ട്. മറ്റൊന്ന്, ഈ ഷാനിസ് കറിയ വിഷയത്തിൽ അവരിട്ട ചില ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ ഭാഗമായിട്ട് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്ക് വളരെ അസന്തുഷ്ടിയുണ്ട് അവരോട്. മുസ്ലിം ലീഗിൻ്റെയും ചില പോക്കറ്റുകൾ അവിടെയുണ്ട്. അത്ര വലിയ വോട്ട് ബാങ്കൊന്നും അല്ലെങ്കിൽ തന്നെയും ജയപരാജയത്തൊക്കെ നിർണ്ണയിക്കാൻ പറ്റുന്നൊരു വോട്ട് ബാങ്ക് അവർക്കുണ്ട്. പക്ഷേ അന്തിമമായിട്ട് അതിലൊരു ട്വിസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളത് നമുക്കറിയില്ല. അല്ലെങ്കിൽ ആ മുറിവൊക്കെ ചിലപ്പോൾ 1 വർഷം കൊണ്ട് ഉണങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് അവർ പക്ഷേ പോട്ടെ, കുട്ടിയല്ലേ എന്നൊക്കെ കരുതിയിട്ട് ചിലപ്പോൾ ക്ഷമിച്ചു എന്ന് വരും. കെട്ടിപ്പിടുത്ത രാഷ്ട്രീയം മാത്രമാണ് രമ്യയുടെ കയ്യിലുള്ളത്. അത് പലതും അഭിനയമാണ് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നാറുണ്ട്. അമ്മമാരെ ഇവരടുത്തൊക്കെ 5 വർഷം കഴിഞ്ഞിട്ടപ്പോൾ കെട്ടിപ്പിടിക്കാൻ ചെന്നത്. 2019 വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയെ കൊടുത്ത് വോട്ടും മേടിച്ച് പോയിട്ട് പിന്നെ ഇപ്പോഴാണ് കെട്ടിപ്പിടിക്കാനും ഉമ്മ കൊടുക്കാനൊക്കെ വരുന്നത്, അമ്മയെന്നൊക്കെ വിളിച്ചുകൊണ്ട്. പക്ഷെ പാവങ്ങളാണ്. വളരെ ഒരു പക്ഷേ കാസർഗോഡ് മണ്ഡലത്തിലെ പോലെ കണ്ണൂർ മണ്ഡലത്തിലേക്ക് പോലെ ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഈ ദാരിദ്ര്യം അനുഭവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരേറെയുള്ള ഒരു മണ്ഡലമാണ് ആലത്തൂർ മണ്ഡലം. ആലത്തൂരിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണനാണ്. K. രാധാകൃഷ്ണൻ അവിടെ കൊണ്ട് നിർത്തിയത് ഒതുക്കാൻ വേണ്ടി നിർത്തിയതാണ്. കേരളത്തിലെ ഇന്ന് പിന്നെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും മികച്ച ഒരാൾ 1996 32ാമത്തെ വയസ്സിൽ ചേലക്കരയിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിലെത്തുകയും EK നായനാരുടെ മന്ത്രിസഭയിൽ അംഗമാവുകയും 2001 വിജയം ആവർത്തിക്കുകയും 2006 വീണ്ടും ആ വിജയം ആവർത്തിച്ച് VS അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയുടെ സമയത്ത് നിയമസഭാ സ്പീക്കറാവുകയും 2011 വീണ്ടും മത്സരിച്ച് വിജയിക്കുകയും അങ്ങനെ 4 തവണ തുടർച്ചയായി ചേലക്കരയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു. 2016 അദ്ദേഹം മത്സരിച്ചില്ല. അദ്ദേഹം പിന്നെ CPMൻ്റെ ജില്ലാ സെക്രട്ടറിയായി, കേന്ദ്ര കമ്മിറ്റി അംഗമായി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായി. അങ്ങനെ രാഷ്ട്രീയത്തിൽ വളരെ പെട്ടെന്ന് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്തി. വളരെ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ നിന്ന് SFIയുടെ പ്രവർത്തനം ആരംഭിച്ച ആളാണ്. പൊതുജീവിതത്തിൻ്റെ ഭാഗമായി വിവാഹ ജീവിതം പോലും വേണ്ടെന്ന് വെച്ച ആളാണ്. കർഷക തൊഴിലാളിയാണ്. ഇപ്പോഴും പാട്ടത്തിനൊക്കെ എടുത്ത് കൃഷി ചെയ്യുന്നുണ്ട്. 5 പൈസ അഴിമതി നടത്തിയിട്ടില്ല. അങ്ങനെ എല്ലാം കൊണ്ടും സ്വൽസ്വഭാവിയും സൽഗുണ സമ്പന്നനുമായിട്ടുള്ള ഒരാൾ തന്നെയാണ് K. രാധാകൃഷ്ണൻ. പക്ഷേ K. രാധാകൃഷ്ണൻ അവിടെ കൊണ്ടു നിർത്തുമ്പോൾ വേറെ ഉദ്ദേശമുണ്ട്. മരുമകൻ്റെ വഴി സുഗമമാക്കുക എന്നുള്ളതാണ്. അഥവാ ഇദ്ദേഹത്തിനൊക്കെ മാറിയിട്ട് വേറെ മുഖ്യമന്ത്രിയെ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടൊരു ദളിത് മുഖ്യമന്ത്രി വരട്ടെ എന്ന് പാർട്ടി തീരുമാനിച്ചാൽ K. രാധാകൃഷ്ണനാണ് അതിന് പറ്റിയ ആൾ. K. രാധാകൃഷ്ണനൊക്കെ മുഖ്യമന്ത്രി ആക്കേണ്ടതുമാണ്. അപ്പോൾ ഈ ശല്യത്തെ ഇവിടുന്ന് വല്ല തട്ടി ദില്ലിക്ക് പറഞ്ഞയച്ചാൽ പിന്നെ ഇവിടെ മരുമകൻ്റെ മുമ്പിലുള്ള ഒരു തടസ്സം നീങ്ങി. ശൈലജ ടീച്ചർ പോയാൽ 2ാമത്തെ തടസ്സം നീങ്ങി. ഒരു വനിതാ മുഖ്യമന്ത്രി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരുമല്ലോ. ഗോവിന്ദൻ മാഷ തൽക്കാലം ആ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം പാർട്ടി സെക്രട്ടറിയുടെ ചുമതലയാണല്ലോ വഹിക്കുന്നത്. അപ്പോൾ മരുമകൻ്റെ വഴി എളുപ്പമാക്കുക എന്നുള്ള പരിപാടിക്കൊക്കെയാണ് വേണ്ടിയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കമായിരുന്നു. അത് പാർട്ടിക്കാർക്കും ബോധ്യമുണ്ട് ഏറെക്കുറെയൊക്കെ. വേറൊന്ന്, K. രാധാകൃഷ്ണൻ കേരളത്തിലെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറേണ്ട ഒരാളല്ല. മന്ത്രിസഭയിൽ മാന്യമായി വലിയ ദുഷ്പേരൊന്നും കേൾപ്പിക്കാതെ ആ മന്ത്രിസഭയ്ക്കകത്തിരിക്കുന്ന 3-4 മന്ത്രിമാരിൽ ഒരാളാണ് K. രാധാകൃഷ്ണൻ. അങ്ങനെ അപൂർവം മന്ത്രിമാരേ ഉള്ളൂ. ബാക്കിയൊക്കെ വീണ ജോർജും സജി ചെറിയാനും ഒക്കെ പിന്നെ കാട്ടിക്കൂട്ടുന്ന എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബാലഗോപാലുവിനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവരെല്ലാവരും കൂടി കൊണ്ടുപോയി ചതിച്ച് ആ ധനകാര്യ വകുപ്പ് ഏൽപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്ക് ബ്ലോക്ക് ഉണ്ടായി. ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്തിരിക്കുക. കാരണം അമ്മാതിരി ഒരു പിന്നെ കുരിശാണ് തലയിലേക്ക് എടുത്ത് വെച്ചത്, മുൾക്കിരീടം.
അതിൻ്റെ തീവ്രവേദനയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയില്ല, അത്ര വലിയ പ്രശ്നത്തിലാണ്. ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിമാരും പോയിട്ടില്ല. പോട്ടെ, നമുക്ക് ആലത്തൂരേക്ക് തിരിച്ചു വരാം. ആലത്തൂർ നിയമസഭാ മണ്ഡലം ഈ മണ്ഡലത്തിൻ്റെ പരിധിയിലാണ്. ആലത്തൂർ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, കൂടുതൽ കൊണ്ട് അവിടെയുള്ള വോട്ടർമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ ചെയ്ത അത്രയും വോട്ട് ഇത്തവണ ചെയ്യില്ല, മറിച്ചു കുത്തും. കാരണം രാധാകൃഷ്ണൻ മണ്ഡലത്തിൽ നിന്ന് വിട്ടുപോരുന്നതിൽ അവർക്ക് താല്പര്യമില്ല, ദില്ലിക്ക് പോകുന്നതിൽ അവർക്ക് താല്പര്യമില്ല. അവരുടെ MLA ആയി, അവരുടെ മന്ത്രിയായി, അവർക്ക് ആക്സസ് ഉള്ള ആളായി. നാട്ടും പുറത്താൻ ഞങ്ങളുടെ അയൽവക്കത്തുള്ള ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 60 വയസ്സായി, എന്നാൽ തന്നെ വളരെ സ്നേഹത്തോടെ എല്ലാവരോടും പെരുമാറുന്ന ഒരാളുടെ സാന്നിധ്യം ദില്ലിയിലല്ല, ഞങ്ങൾക്ക് ഇവിടെയാണ് വേണ്ടതെന്നും അദ്ദേഹം മന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പോയി പറയാൻ പറ്റുമെന്നൊക്കെയുള്ള ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം അദ്ദേഹത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ, ആ സ്നേഹം കൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അവിടെ. വേറൊന്ന് കുന്നംകുളം മണ്ഡലം അവിടെയാണെന്ന് ഞാൻ പറഞ്ഞു. കുന്നംകുളം മണ്ഡലത്തിൽ ഈ കരുവന്നൂർ ബാങ്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട തട്ടിപ്പും നമ്മുടെ AC മൊയ്തീൻ്റെ മണ്ഡലമാണ്. അപ്പോൾ അവിടെ അതൊരു വലിയ വിഷയമാണ്. അതുകൊണ്ടൊക്കെ തന്നെ CPM-നോടുള്ള എതിർപ്പുകൊണ്ട്, കാരണഭൂതനോടുള്ള എതിർപ്പുകൊണ്ട്, AC മൊയ്തീനോടുള്ള എതിർപ്പുകൊണ്ട്, PK ബിജുവിനോടുള്ള എതിർപ്പുകൊണ്ട് ഒക്കെ അവിടെയും കുറേ വോട്ടുകൾ, കിട്ടേണ്ട വോട്ടുകൾ കിട്ടാതെ പോകാനുള്ള സ്ഥിതിയുണ്ട്. ഇല്ലെങ്കിൽ കെ രാധാകൃഷ്ണൻ നിൽക്കുമ്പോൾ അവിടെ ഒരു 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് രമ്യ ഹരിദാസ് ഒന്നും കെ രാധാകൃഷ്ണൻ മുമ്പിൽ ഒന്നുമല്ല. അങ്ങനെയാണ്. മൂന്നാമത് വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലം എടുക്കുക. അപ്പം ലൈഫ് മിഷൻ വിഷയത്തിൽ അനിൽ അക്കരയ്ക്കെതിരെ വ്യാജ പ്രചരണം നടത്തി അദ്ദേഹത്തെ സംശയത്തിൻ്റെ നിഴലിലൊക്കെ നിർത്തിയിട്ടാണ് ഈ 17,000 വോട്ടിന് സേവർ ചിറ്റിലപ്പള്ളി അവിടെ നിന്ന് 2021 വിജയിപ്പിച്ചെടുത്തത്. പക്ഷേ ലൈഫ് മിഷൻ കേസിൽ പിന്നീട് ഒരുപാട് ട്വിസ്റ്റ് ഉണ്ടായി. അതിനുശേഷം പിന്നെ മാസപ്പടിവിവാദം വരുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നു, ഒക്കെ വരുന്നു. അന്ന് ഞങ്ങൾ ചെയ്തത് അബദ്ധമായി പോയി, അനിൽ അക്കരയോട് ചെയ്തത് തെറ്റായിപ്പോയി എന്ന തിരിച്ചറിവുള്ള വലിയൊരു വിഭാഗം വോട്ടർമാർ അവിടെയുണ്ട്. അവരതിന് പ്രായശ്ചിത്തം ചെയ്യാനുള്ള അവസരം നോക്കിയിരിക്കുകയാണ്. അത് CPM-നെതിരായിട്ടുള്ള വോട്ട്, അരിവാൾ ചുറ്റികയ്ക്കെതിരായിട്ടുള്ള വോട്ട്, കാരണഭൂതൻ്റെ സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള വോട്ട് എന്ന രീതിയിൽ. അവിടെ ഞാൻ പറഞ്ഞു കെ രാധാകൃഷ്ണനോട് ഇഷ്ടമില്ലാണ്ടല്ല, ഈ രീതിയിൽ നിഷേധ വോട്ടുകൾ, പ്രതിഷേധ വോട്ടുകളായിട്ട് അത് രമ്യ ഹരിദാസിന് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. രമ്യ ഹരിദാസിൻ്റെ കയ്യിലുള്ള ലീഗ് വോട്ട് കുറച്ച് പോയാൽ തന്നെയും ഇപ്പുറത്തുനിന്ന് പിന്നെ കുറച്ച് വോട്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പിന്നീട് അവിടെ നിൽക്കുന്ന ഒരു ഈ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പം ഇപ്പോൾ NDAക്ക് 2014 അവിടെ 87,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. 2019 അവിടെ നിന്ന് 89,000 വോട്ട്, 2,000 വോട്ട് മാത്രമാണ് വർദ്ധിച്ചത്. പക്ഷേ ഇത്തവണ നിൽക്കുന്നത് സരസ്വതി ടീച്ചറാണ്, പാലക്കാട് വിക്ടോറിയ കോളേജിലെ പഴയ പ്രിൻസിപ്പളായിരുന്നു. SFIയുടെ അക്രമ രാഷ്ട്രീയമൊക്കെ വലിയ ചർച്ചയായിരിക്കുന്ന, സിദ്ധാർത്ഥൻ്റെ കൊലപാതകം ഉൾപ്പെടെയുള്ളവ ചർച്ചയായിരിക്കുന്ന, അവരുടെ ജനാധിപത്യ വിരുദ്ധത ചർച്ചയായിരിക്കുന്ന, ക്യാമ്പസുകളെ പാർട്ടി ഗ്രാമങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയക്കെതിരെ പ്രതിഷേധമുയരുന്ന ഒരു സാഹചര്യത്തിൽ SFIയുടെ അക്രമത്തിൻ്റെ ഒരു ഇരയാണ് സരസ്വതി ടീച്ചർ. അവർ പ്രിൻസിപ്പളായി ഇരുന്ന ആ ക്യാമ്പസിൽ നിന്ന് അവർ വിരമിക്കുന്ന ദിവസം പ്രതീകാത്മക ശവസംസ്കാരം നടത്തി അവർക്കെതിരെ SFI. അപ്പോൾ SFIയുടെ ഒരു ഇര എന്ന രീതിയിൽ SFIയുടെ ഈ അക്രമ രാഷ്ട്രീയം വലിയ ചർച്ചയായ ഒരു കാലഘട്ടത്തിൽ സരസ്വതി ടീച്ചർ അതിൻ്റെ ഒരു ഗുണഭോക്താവായി മാറാനുള്ള സാധ്യതയുണ്ട്. അതിലുള്ള പ്രതിഷേധത്തിൽ കുറച്ച് വോട്ട് സരസ്വതി ടീച്ചറെ മുൻനിർത്തിയിട്ടാണെങ്കിലും കോൺഗ്രസിനും പോകും. പക്ഷേ സരസ്വതി ടീച്ചർ അതിൻ്റെ ഒരു മെയിൻ ഗുണഭോക്താവും. ഈ 89,000 വോട്ട് എന്നുള്ളത് 1 ലക്ഷം വോട്ടിന് മുകളിലാക്കാൻ അവർക്ക് യാതൊരു തടസ്സവുമില്ല. മാത്രമല്ല നരേന്ദ്രമോദി അവർക്ക് അവരുടെ മണ്ഡലത്തിന് വേണ്ട പരിഗണന കൊടുത്തിട്ടുണ്ട്, അവരുടെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ട മാന്യത കൊടുത്തിട്ടുണ്ട്, ആ രീതിയിൽ അദ്ദേഹം പ്രചാരണത്തിലെത്തിയിട്ടുണ്ടൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടി കണക്കൂട്ടുമ്പോൾ സരസ്വതി ടീച്ചറെ മണ്ഡലം 1 തൊട്ട് 1.25 ലക്ഷം വോട്ട് വരെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. വേറൊന്ന് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, AV ഗോപിനാഥ്, മുൻ DCC പ്രസിഡന്റ്, അദ്ദേഹം തെരഞ്ഞെടുപ്പിനോട് അടുത്ത സമയത്താണ് കോൺഗ്രസിൽ നിന്ന് വിട്ട് ഇടതുമുന്നണിയുടെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് കെ രാധാകൃഷ്ണന് വേണ്ടി ഇറങ്ങിയത്. അത് കെ രാധാകൃഷ്ണൻ ഗുണം ചെയ്യാനാണ് സാധ്യത. അപ്പം എല്ലാം കൂടി വരുമ്പം കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷമൊന്നും ഇല്ലെങ്കിലും രമ്യ ഹരിദാസ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോരാൻ സാധ്യതയുണ്ട്. കെ രാധാകൃഷ്ണൻ നല്ലൊരു മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്. കെ രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെ 20 മണ്ഡലങ്ങളുടെയും കൂടി 3 മുന്നണിയുടെയും കൂടി 60 സ്ഥാനാർത്ഥികളെ എടുത്തു കഴിഞ്ഞാൽ കെ രാധാകൃഷ്ണനും രവീന്ദ്രനാഥും ആനി രാജയും ശൈലജ ടീച്ചറും ഒക്കെ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ്സ് ആണ്. ഏറ്റവും ടോപ്പ് 10 വരുന്ന ആളുകളാണ് ഇവരൊക്കെ. അതിൽ പെട്ട ഒരാളാണ് കെ രാധാകൃഷ്ണൻ, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗം, അയാളുടെ കയ്യിലിരിപ്പ്, അയാളുടെ ചെയ്തികൾ, അതിൻ്റെയൊക്കെ ദോഷഫലങ്ങൾ അനുഭവിക്കാൻ കെ രാധാകൃഷ്ണനും വിധിക്കപ്പെട്ടേക്കാം ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ് പറയാനുള്ളത്.